ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM തീരുമാനം. പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച യോഗം ചേരും. തോൽവിയെക്കുറിച്ചുള്ള അവലോകന റിപ്പോർട്ടിൽ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രധാന തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പത്മകുമാറിനെതിരായ വിമർശനത്തിലും PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനത്തിലും തിരുത്തൽ വരുത്തി. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ അന്വേഷണ സംഘം പ്രതിയാക്കിയിട്ടും എ പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ CPM ഇതുവരെ തയ്യാറായിരുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നേരിട്ട വേളയിൽ പോലും ഏറെ പഴികേട്ട വിഷയത്തിൽ പത്മകുമാറിന് പാർട്ടി സംരക്ഷണം ഒരുക്കുകയായിരുന്നു. എന്നാൽ കനത്ത തോൽവിയുടെ ഭാരത്താൽ നേതൃത്വം തലകുനിക്കുമ്പോൾ തെറ്റുകൾ ഓരോന്നായി തിരുത്താൻ നിർബന്ധിതരാകുകയാണ്. ആദ്യം എ പത്മകുമാറിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ പത്മകുമാർ കഴിഞ്ഞ ആഴ്ച പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നു. അതോടൊപ്പം തോൽവി വിലയിരുത്തിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രധാന തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള ആരോപണം റിവ്യൂ റിപ്പോർട്ടിൽ മയപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടിയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് സംസ്ഥാന കമ്മിറ്റി കടുത്ത നിലപാടെടുത്തതിനെ തുടർന്ന് നേതൃത്വം തിരുത്താൻ തയ്യാറായി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലെ വീഴ്ചയും റിപ്പോർട്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന സമീപനത്തിലും മാറ്റമുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്ന് സമ്മതിക്കുന്നതാണ് റിപ്പോർട്ടിലെ തിരുത്തൽ. അതേസമയം നേതൃത്വത്തിനെതിരായ വ്യക്തിപരമായ വിമർശനങ്ങളൊന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.